ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടു എന്നിട്ട് ആ പേപ്പർ നോക്കി ഡയലോഗ് അതല്ല അപ്പൊ ഞാൻ പിന്നെ വലിയ കാര്യത്തിൽ എഴുതിക്കൊണ്ടൊക്കെ പോവും എന്നിട്ട് അവിടെ കയ്യിൽ നിന്നിടും എന്നിട്ട് കയ്യിൽ നിന്ന് പോവും. ഇതാണ് നമ്മുടെ ഫുഡിന്റെ ഏരിയ, അതായത് നമ്മുടെ ഏരിയ. ആവശ്യിക്കണേ അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഹിന്ദു വെഡിങ് ആങ്കറിങ്ങാണ് ഇത് അപ്പോൾ നടക്കാൻ പോണത്. ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് മൊത്തം ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ക്യാമറ ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ്, എന്നിട്ട് നേരെ ഞാൻ സ്റ്റേജിൽ പോവാണ്. അതിന് മുമ്പ് ഈ മീനുകളൊക്കെ നോക്കൂ, ഞാൻ എന്നിട്ട് തന്നെ സമാധാനിപ്പിക്കുക. അപ്പൊ ഇനി സ്റ്റേജിൽ വെച്ചിട്ട് കാണാം. എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം സമാഗതമായിരിക്കുകയാണ്. Here comes the reason of gathering together. Ladies and gentlemen, let's put our hands together for the ever handsome groom Sanjit and bride Sandra onto the stage. Dinesh and Bharya Srijay Dinesh. നല്ലൊരു കൈയ്യടി കൊടുത്തിട്ട് നമുക്ക് അവരെ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ഡോക്ടർ ധനേഷ് ആൻഡ് ഡോക്ടർ ധനേജ. നല്ലൊരു കൈയ്യടി കൊടുക്കാം അല്ലേ? ഇനി നമ്മൾ ദീപം തെളിയിക്കുന്ന സെറമണിയിലോട്ട് പോകാണ്. അതിലേക്കായി മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. May I request Sanjit and Sandra to move forward to cut the wedding cake, the epitome of love and sharing. Cake cut ചെയ്യുമ്പോൾ ഒരു കയ്യടി ഒക്കെ ആവാട്ടോ. കൂടെ ഉണ്ടാവുന്നുള്ള ഒരു പ്രോമിസ് നൽകുകയാണ്. I request Sanjit to give a piece of cake to the family members of Sandra. It just symbolizes a support for her and her promise to take care of him and their family. Photos are like painted memories. ആണല്ലേ? ഇനി കുറേ കൊല്ലമൊക്കെ കഴിഞ്ഞ് അവരുടെ വെഡിങ് ആൽബം ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഗൈസ്, ഇപ്പോൾ ഇതാ ഫാമിലി ഫോട്ടോ സെക്ഷന്റെ ടൈമാണ്. ഇവരുടെ ഫാമിലി ഫോട്ടോയ്ക്ക് ശേഷം ഇവരെ വിഷ് ചെയ്യാനായിട്ടും സഞ്ജിത്തിനെയും സാന്ദ്രനെയും വിഷ് ചെയ്യാനായിട്ട് നിങ്ങളെ ഇവർക്കും വേദിയിലോട്ട് വരാം. നിങ്ങളുടെ സന്തോഷവും ആശീർവാദവും ഇവരുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. All my wishes and prayers from the bottom of my heart is with you. So ladies and gentlemen, enjoy the food and have a great day. Thank you. ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞതിന്റെ ആഘാതത്തിൽ അതൊന്നും ഭയങ്കര വയറന്ന് കത്തില് പോയിട്ട് ഞാൻ പഠിക്കാം. അത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടു എന്നിട്ട് ആ പേപ്പർ നോക്കി ഡയലോഗ് അതല്ല അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യാല്ലേ, വലിയ കാര്യത്തിൽ എഴുതിക്കൊണ്ടൊക്കെ പോവും എന്നിട്ട് അവിടെ കയ്യിൽ നിന്നിടും എന്നിട്ട് കയ്യിൽ നിന്ന് പോവും. സ്റ്റാർട്ടറിന് വരെ വല്ല ക്യൂവാ. ജ്യൂസ് ഞാൻ പോയി നോക്കട്ടെ. കണ്ടറിയാം. ഇത് നോക്കി, ഇതെന്താണാവോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഗ്രേപ്പാ?
നല്ലതാ, നല്ല പൾപ്പായിട്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും വരില്ല. ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് അത്രേ ഉള്ളൂ. കോയിക്കാലാണ് ഗൈസ് അപ്പുറത്ത്. ദൈവമേ തീരല്ലേ. വേണ്ടേ എങ്ങനെ ആവശ്യിക്കണേ. ഇതാണ് നമ്മുടെ ഫുഡിന്റെ ഏരിയ, അതായത് നമ്മുടെ ഏരിയ. ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ട്, എന്താ നോക്കാം. നല്ലൊരു ക്യൂ ഉണ്ട് ഗൈസ്. അവിടെ വെജാണ്, ഇവിടെ നോൺ വെജാണ്. നമ്മൾ നോൺ വെജിൻ്റെ അടുത്തോട്ട് പോകാം. കുറേ നേരത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് കിട്ടി. നീ എവിടെ ഇരുന്ന് കഴിക്കും? അത്ര ഹെൽത്തി എനിക്ക് വേണ്ട. ആ മാങ്ങ മാങ്ങ ഇത് പറഞ്ഞിടൂ, മാങ്ങ. ഹായ്. ഡെയിലി ഞാനൊരു സാധനം കണ്ടു, അപ്പൊ നിങ്ങൾക്ക് കാണിച്ചാൽ വെച്ച് നോക്കി. ഇത് ഭംഗിയ, ഞങ്ങളിത് പോയിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ, എവിടെയെല്ലാം സീറ്റൊന്നുമില്ല, എവിടെയെല്ലാം നിന്ന് കഴിക്കട്ടെ. കുറെ തിരക്കുകൾക്ക് ശേഷം കിട്ടി, ഐസ്ക്രീം കിട്ടി. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.